യജ്മഉൻ-നബ്ല ഫിൽ കിനാന 50000 സനത്തിൻ ലാ യൻദുറു ഇലൈക്കും. 100 കണക്കിന് അമ്പുകൾ ഒരു അമ്പിന്റെ ആവനാഴിയിൽ സൂക്ഷിക്കണ പോലെ നിങ്ങളെ മുഴുവനും അല്ലാഹു ഒരുമിച്ച് നിർത്തിയാൽ, ഒരു ഹദീസിലുണ്ട്, ആളുകളുടെ കാലിന്മേൽ 1000 കാലുകൾ കാണും തിക്കും തിരക്കും കൊണ്ട്. അങ്ങനെ 50000 സന 50000 വർഷം അല്ലാഹു നിങ്ങൾ ഒരുമിച്ച് കൂട്ടി അവിടെ നിർത്തി. ലാ യൻദുറു ഇലൈക്കും, അല്ലാഹു നിങ്ങളിലേക്ക് നോക്കുന്നില്ല, വിചാരണ പോലും തുടങ്ങാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ കൈഫ ബിക്കും, എന്തായിരിക്കും ആ ദിവസത്തിന്റെ ഭയാനകത എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഹ്ശറുൻ നാസു ഹുഫാതൻ ഉറാതൻ ഗുർല, അന്ന് കാലിൽ ചെരുപ്പുണ്ടാവില്ല. ഹുഫാതൻ ഉറാതൻ, വസ്ത്രമുണ്ടാകില്ല. പക്ഷേ മുഅ്മിനീങ്ങളായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഔറത്ത് അല്ലാഹു മറച്ചു വെക്കുന്നതാണ്, ആർക്കും കാണാൻ പറ്റൂല. നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല, ആളുകളൊന്നും നോക്കാൻ ധൈര്യപ്പെടുകയുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളത് മറച്ചു കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. യഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി അജ്വഅ മാ കാനൂ ഖത്തു, അന്നത്തെ ഒരു വിശപ്പ് അതുപോലത്തെ ഒരു വിശപ്പ് ആരും അനുഭവിക്കൂല. വഅളമ മാ കാനൂ ഖത്തു, അത്രക്ക് ദാഹമുള്ളൊരു സമയം. വഅറാ മാ കാനൂ ഖത്തു, വസ്ത്രം ഒരു ഉടയാടകളില്ലാത്ത ദിവസം. ക്ഷീണിച്ചമശരായി നിൽക്കുന്ന അത്രക്ക് ക്ഷീണം മനുഷ്യൻ അനുഭവിച്ചിട്ടേ ഇല്ല. ആരാണോ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം കൊടുത്തത് അവർക്ക് അള്ളാഹു എന്ന ഭക്ഷണം കൊടുക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബ്, പടച്ചവനെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. വമൻ സഖാ ലില്ലാഹി സഖാഹ്, അള്ളാഹ്ക്ക് വേണ്ടി കുടിക്കാൻ വല്ലതും കൊടുത്തവർക്ക് നാളെ അള്ളാഹു കുടിപ്പിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹുവേ നമുക്കതിന് ഭാഗ്യം തരണേ പടച്ചവനെ. അതുകൊണ്ട് നമ്മൾ ഈ റബീഉൽ അവ്വലിനൊക്കെ ഭക്ഷണം അന്നദാനം ചെയ്യുന്നത്, അതിലൊന്നും എന്ത് ചെയ്യേണ്ട, വലിയ വിഷമൊന്നും വിചാരിക്കരുത്. വിഷമം ഒരു നല്ല കാര്യമല്ല അത്. ഭക്ഷണം കൊടുക്കുക നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ റബീഉൽ അവ്വൽ കൂടെ റാഹത്തായി കഴിഞ്ഞു എന്നല്ലേ. അൽഹംദുലില്ലാ നാട്ടിലൊക്കെ വളരെ ജോറായിരുന്നു. ഇടയ്ക്ക് എന്തൊക്കെ നോട്ടീസൊക്കെ ഞാനും കണ്ടിരുന്നു. ഇത് ദുഃഖാചരിക്കേണ്ട സമയമല്ലേ, സങ്കടപ്പെട്ട് കരയേണ്ട നേരത്താണ് നിങ്ങൾ മധുരം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് അതിനെപ്പറ്റി തന്നെ വേദം പറയേണ്ടി വന്നു 2 മണിക്കൂർ, ആ വിഷയം തന്നെ മാത്രമായിട്ട്. സുബ്ഹാനല്ലാഹ്, വിവരക്കേട് മനുഷ്യന്മാർ പറയാൻ തുടങ്ങി എന്ത് ചെയ്യും? മരണപ്പെട്ട സങ്കടപ്പെടേണ്ട 3 ദിവസം സങ്കടം പാടുള്ളൂ. മഅ്സം ഇസ്ലാമിൽ 3 ദിവസമുള്ളൂ. അത് നബിന്റെ കാലത്ത് കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആണ്ടാചരിക്കുക, ഒരാൾ മരിച്ച ആണ്ടാണോ ഉമ്മയുടെ വാപ്പയുടെ ആണ്ടാന്നൊക്കെ പറഞ്ഞാൽ അന്ന് ദുഃഖാചരിക്കാനാണോ അത്? അല്ലല്ലോ. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ദാനം ചെയ്യാന്ന് ഖിറാഅത്തുൽ ഖുർആനും പ്രാർത്ഥനകളൊക്കെ നടത്താനാ, ദുഃഖാചരണമല്ല. ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ലല്ലോ. ഒരു പെണ്ണിന് ഭർത്താവ് മരിച്ച 4 മാസം 10 ദിവസം ദുഃഖാചരിക്കണം. അല്ലാതെ ആര് മരിച്ചാലും 3 ദിവസമേ ദുഃഖാചരണമുള്ളൂ. പിന്നെ കൊല്ലം 3 ദിവസം അങ്ങനെയൊന്നും ഇല്ലല്ലോ. നബി തങ്ങളുടെ ആ വഫാത്തിൽ സങ്കടപ്പെട്ട് കരയേണ്ട സ്വഹാബത്ത് കരഞ്ഞിട്ടുണ്ട്. ആ രംഗം ഭയങ്കരം തന്നെയാണ്. പക്ഷേ എല്ലാ വർഷം വരുമ്പോൾ സങ്കടപ്പെടാനുള്ളതല്ല. അത് നല്ലൊരു ചിന്തയാണ്, ആരോ നല്ലൊരു സാധുവിന് തോന്നിയ ചിന്തയാണത്. പക്ഷെ അതൊരു മണ്ടത്തരമാണ്, അത് വിവരമില്ലാത്തൊരു വിഷയമാണ്. അത്രേ ഉള്ളൂ. നല്ല ചിന്തയാണ്, വളരെ ആത്മാർത്ഥതയോടെ ചില ആളുകളൊക്കെ സംസാരിക്കുന്നതും കേട്ടു. പക്ഷെ ശറഈന്റെ നിയമങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത്. അതുകൊണ്ട് അത്രേ ഉള്ളൂ, സാരമല്ല. അപ്പോ നബി തങ്ങളുടെ ആ ഒരു റഹ്മത്തിൽ സന്തോഷിക്കാൻ പരിധിയുമില്ല. അതുകൊണ്ടാണ് റഹ്മത്തുൽ മുഹ്ദ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലായിരിക്കും. അപ്പോ അന്ന് ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ അള്ളാഹുവിന് കൂലിട്ടുന്ന. ആരാണോ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് വസ്ത്രം കൊടുക്കുന്നത് അവർക്ക് അള്ളാഹു വസ്ത്രം കൊടുക്കും. മൻ അമില ലില്ലാഹി കഫാ, അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്താൽ അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. വമൻ നസറല്ലാഹ്, അള്ളാഹുവിനെ സഹായിച്ചാൽ, അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തെല്ലാം സംരംഭങ്ങളുണ്ടോ അതിനൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് സഹായിക്കുന്ന ആളുകളാണ്. ഒരുപാട് പ്രവാസികളായ ആളുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ പള്ളി മദ്രസിന്റെ ഒക്കെ ചുർക്ക് ഗൾഫുകാരായ ആളുകൾ കൊടുത്ത സംഭാവന, നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാര്, ഇവിടുത്തെ പ്രവർത്തകന്മാര്, നല്ല ജോലിയുള്ള ആളുകള്, ചെറുതും വലുതുമായ 5ഉം 10ഉം ദിർഹം കൊണ്ട് 1000 ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നവർ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് കൊടുക്കുകയാണ്. അള്ളാഹു അത് ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ആമീൻ. അന്ന് അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം തരും, അവർക്ക് പേടിക്കേണ്ടതില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രീതിയിലാണ് നമ്മൾ അന്ന് വരുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സമയം ഞാനൊരു 6 മിനിറ്റ് ഏറെ എടുക്കും. അതായത് 10:06-ന് 10:07-നൊക്കെ ആയിട്ടാണ് ക്ലാസ് നിർത്തിയിട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പോകരുത്. നമ്മൾ ആ ദുആ ഉണ്ടല്ലോ, അതാണ് ഇതിലൊക്കെ
ഏറ്റവും വലിയ ഭാഗം ദുആയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോവുക അങ്ങനെയല്ല, അതാണ് പ്രധാനപ്പെട്ട ഇനം, അതാണ് അല്ലേ. അത് കഴിയാതെ പോരുത്. അതുവരെ ഇരുന്നാൽ പിന്നെ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വല്ലാതെ തിരക്കിലൊരു പോയിക്കോളൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. അതല്ല പറഞ്ഞത്. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് മനുഷ്യർ പറയും. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് കാരുണ്യവാനായ അല്ലാഹു കരാറു ചെയ്തതാണല്ലോ. അതിൽ ചെറിയൊരു ഓപ്റ്റിമിസം ഉണ്ട്, ഒരു ശുഭാപ്തി വിശ്വാസം. എന്താണെന്നറിയോ? കാരുണ്യവാൻ അല്ലാഹു അല്ലേ, റഹ്മാനല്ലേ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഭയങ്കരല്ലേ, ഇൻഷാ അല്ലാഹ് അള്ളാഹു രക്ഷപ്പെടുത്തും. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചർച്ച